കെ സുധാകരന്റെ മുൻ നിലപാടുകളെ വിമർശിച്ച് വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. പാർട്ടിക്കെതിരായി നിന്നാൽ എത്ര വലിയ നേതാവായാലും ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തും. കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന ആരും പാർട്ടിയേക്കാൾ വലുതല്ലെന്നും ഉണ്ണിത്താൻ. ഇത്തവണ 111 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന് ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസിന് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കൃത്യമായ ഇടപെടൽ നടത്തുന്ന നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ശശി തരൂരിന് വിഷയം വന്നപ്പോഴും ഏറ്റവും ഒടുവിൽ കെ സുധാകരന് വിഷയം വന്നപ്പോഴും ഉറച്ച നിലപാടെടുത്ത നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ അതുതന്നെയാണ് പിന്നീട് പ്രതിഫലിച്ചതും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. നമുക്ക് കളം പിടിക്കാൻ കോൺഗ്രസ് എന്നാണ് ഇനി വരുന്ന സമയം. വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ. എങ്ങനെയായിരിക്കും കോൺഗ്രസിന് ഇനി മുന്നോട്ടുള്ള പോകും? കേരളത്തിലെ പൊതുജന സമൂഹം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, അധികാരം UDFനെ ഏൽപ്പിക്കുക. അതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി ഒന്നും ഈ കാര്യത്തിലൊരു പ്രശ്നമേ ആകില്ല. വളരെ പരിമിതമായ സമയം മാത്രമുള്ളതൊരു ഗുണകരമായ അവസ്ഥയാണ്. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പരാധീനതകളും ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പരിപൂർണമായി പാർട്ടിയും മുന്നണിയും സജ്ജമാണ്. അതുകൊണ്ട് ഇത്തവണ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വരാൻ പോകുന്നു. ഈട്ടിത്തടിയും അതുപോലെ തന്നെ തേക്കിൻ തടിയിൽ നിന്നാൽ കടപുഴകി പോകും. അപ്പോൾ ഇത്തവണ സ്ഥാനാർത്ഥിയുടെ സൗന്ദര്യം, പാരമ്പര്യം, പൈതൃകം ഇതൊന്നും ഒരു വിഷയമല്ല. ജനങ്ങൾക്ക് കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിൽക്കണം, ഈ അധികാരം കൈമാറ്റം നടത്താൻ. അതുമാത്രമാണ് ജനങ്ങളുടെ ആഗ്രഹം. അതിനെതിരായിട്ട് ആര് നിൽക്കുന്നോ അവരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തും, കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ശ്രീ പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് പറയാനുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കേരളത്തിലെ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഈ 977 പോലെ 111 സീറ്റിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ UDFന് കിട്ടും. ഈ MP മാർ മത്സരിക്കേണ്ട തീരുമാനം തുടക്കത്തിൽ തന്നെ എടുത്തു. കാരണം അങ്ങേക്ക് തന്നെ ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ വേണമെങ്കിൽ മത്സരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ നിലപാടെടുത്തപ്പോൾ വളരെ മാന്യമായ നിങ്ങൾ അതിൽ മാറിയുന്നു. സുധാകരനാണ് ഏറ്റവും ഒടുവിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത്. സുധാകരൻ വിഷയത്തിലും അങ്ങ് ഉറച്ച നിലപാടായിരുന്നു എടുത്തത്. MP മാർ മത്സരിക്കേണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ സുധാകരൻ ഉയർത്തിവിട്ട ഈ പ്രശ്നം ഇപ്പോൾ പാർട്ടിക്ക് വിജയരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കണ്ണൂരോ അതല്ലെങ്കിൽ വടക്കൻ കേരളത്തിലൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? അതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലെങ്കിൽ സുധാകരൻ പ്ലസ് കോൺഗ്രസ് പാർട്ടി ഈസ് സംതിങ്, ഞങ്ങൾ മൈനസ് കോൺഗ്രസ് പാർട്ടി ഈസ് നത്തിങ്. ശ്രീ കരുണാകരനെ പോലെ ആരാധകരും പിന്നെ അനുയായികളുമുള്ള നേതാവ് കോൺഗ്രസിനെതിരെ ഒരു തീരുമാനമെടുത്ത് കോൺഗ്രസ് വിട്ട് പുറത്തു പോയപ്പോൾ അദ്ദേഹം ആരുമല്ലെന്ന് തെളിയിക്കപ്പെട്ടു. ആ കരുണാകരനാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും വലിയ പാഠം. കരുണാകരൻ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ഒരു വലിയ വടവൃക്ഷമായിരുന്നു. കോൺഗ്രസ് വിട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരും അല്ലാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ട് ഇന്ന് കോൺഗ്രസിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരാളും കോൺഗ്രസിനേക്കാൾ വലുതല്ല. ആ സത്യമാണ് സുധാകരൻ പറഞ്ഞത്. കോൺഗ്രസ് എത്രയോ വലിയൊരു പ്രസ്ഥാനം, ഞാൻ എത്രയോ നിസ്സാരനായ ഒരു വ്യക്തി, എനിക്കെങ്ങനെയാണ് കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ പറഞ്ഞത്? അത് കോൺഗ്രസ് എന്താണെന്ന് അദ്ദേഹത്തിന് ശരിക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞ. ഇതിനകത്ത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരാളുണ്ട്, രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ധൈര്യം, അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ ആ നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ കോൺഗ്രസിൽ നിൽക്കുന്നത്. ഇത്രയധികം വ്യക്തിത്വമുള്ള, വ്യക്തിപ്രഭാവമുള്ള, ഇത്രയധികം നേതാക്കന്മാർക്ക് കീഴടങ്ങാത്ത ഒരു തീരുമാനമെടുത്താൽ അതിൽ അടിയുറച്ച് നിൽക്കുന്ന, ചാഞ്ചാട്ടമില്ലാത്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി മാത്രമാണ്. രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക, അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വൈകിയത് അത് ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടോ? അല്ല, എന്തായാലും ഇപ്പോൾ വൈകിയായാലും നേരത്തെ ആയാലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നല്ലോ. പുറത്തു വന്നപ്പോൾ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ലോ. മാത്രമല്ല, സുധാകരൻ പാർട്ടി വിടാൻ പോകുന്നു, 13 സ്ഥാനാർത്ഥികൾ നിർത്താൻ പോകുന്നു. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇത്രയും വിവാദം ഉണ്ടാക്കിയത് കോൺഗ്രസ് അധികാരത്തിൽ വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് കൂട്ടിക്കോണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.